ഇതാണ് സ്റ്റാൻലിയുടെ ക്വെഞ്ചർ ടെംപ്ലർ. നിങ്ങൾ പലയിടത്തും ഒരു പക്ഷേ ഇത് കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റഗ്രാം റീലുകളിലും ടിക്ടോക്കുകളിലും തരംഗമായ ഈ കപ്പ് കൊണ്ട് സ്റ്റാൻലി ഉണ്ടാക്കിയത് $750 മില്യൺ, അഥവാ 6500 കോടി രൂപ. ഈ കപ്പിന്റെ ഇന്നത്തെ പോപ്പുലാരിറ്റിക്ക് കാരണം ഇയാളാണ്, സ്റ്റാൻലി സിഇഒ ആയ ടെറൻസ് റെയ്ലി. ക്രോക്സിന്റെ മുൻ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ കൂടിയായ ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു ബ്രില്യന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലാണ് സ്റ്റാൻലി വളർന്നത്. ഒരു കാർ ആക്സിഡന്റിൽ പെട്ട് കത്തിയമർന്ന കാറിൽ നിന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ അകത്ത് തണുത്ത വെള്ളം അതുപോലെ സൂക്ഷിച്ച സ്റ്റാൻലി കപ്പിന്റെ വീഡിയോ കഴിഞ്ഞ വർഷം വൈറലായിരുന്നു. ഇത് കണ്ട റൈലി കൺസ്യൂമേഴ്സ് തന്നെ നേരിട്ട് ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ് ചെയ്യുന്നതിന്റെ പവർ മനസ്സിലാക്കി കാർ ഉടമക്ക് പുതിയൊരു കാറും കപ്പും സമ്മാനിക്കുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് കൃത്യമായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ കൺസ്യൂമേഴ്സ് ടു കൺസ്യൂമേഴ്സ് കണക്ട് ചെയ്യാൻ സ്റ്റാൻലിക്ക് സാധിച്ചു. ഇൻഫ്ലുവൻസേഴ്സിനെ അനുകരിച്ചുകൊണ്ട് സ്റ്റാൻലി വാങ്ങുന്നതിലൂടെ കേവലം ഒരു ഫ്ലാസ്ക് വാങ്ങുന്നതിന് പുറമെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി അവർ മാറി. ഇൻഫ്ലുവൻസേഴ്സ് എൻഡോഴ്സ്മെന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ ഒരു കൺസ്യൂമർ കൾച്ചർ തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചത് റൈലിയുടെ ബ്രില്യൻസ് ആണ്.